ഇന്ന് ചെല്ലിന് വന്നപ്പോൾ പോയിട്ട് വന്നപ്പോൾ മേടിച്ചതാണ്. ഇത് മുള്ളൻ കുറിച്ചിയാന്ന് തോന്നുന്നു. ഇത് നല്ല മുട്ടയുള്ള മത്തിയാന്ന് പറയുന്നു. നമുക്കൊന്ന് വെട്ടി ശരിയാക്കി നോക്കാം, ശരിയാണോ എന്നറിയാം. ഈ സീസണിലാന്ന് തോന്നുന്നു, ഇതിൻ്റെ മുട്ട സീസൺ. അപ്പം നമുക്ക് നോക്കിയാലോ. മുട്ടയുള്ള സീസൺ ആയതുകൊണ്ടാണ് മത്തി വെള്ളം മേടിച്ചത്. മത്തിക്ക് മുട്ടയുണ്ടെന്നാണ് പറഞ്ഞത്. ആരും കണ്ടോ, ഈ മുട്ടയുണ്ട്. നമുക്കിതെല്ലാം ഒന്ന് ക്ലീനാക്കി എടുക്കാം. പുളിയും ഉപ്പും ഇട്ട് നല്ലപോലെ നമ്മൾ ഉരച്ചെടുക്കണം. തഴമ്പ് പോകാൻ വേണ്ടിയാണ്. നല്ലപോലെ കഴുകി വെച്ചേക്കുന്ന മീനാണ് ഇത്. നമ്മൾ കഴുകിയതിന് ശേഷം നമ്മൾ പിച്ചാതിത ഇവിടെ തലയുടെ ഭാഗം ചെറുതായിട്ടൊന്ന് മുറിച്ച് കൊടുത്തിട്ട് നമ്മൾ തൊലി ചെറുതായിട്ട് പൊളിഞ്ഞ് വരുന്നതാണ് കേട്ടോ. ഇതുപോലെ പൊളിച്ചെടുക്കാവുന്നതാണ്. വൃത്തിയാക്കിയ ശേഷം നമ്മൾ തൊലിയൊക്കെ പൊളിച്ച് കളഞ്ഞു. അതിന് ശേഷം നമ്മൾ നല്ലപോലെ വരഞ്ഞു എന്ന് വെച്ചാൽ നമ്മൾ മുളകൊക്കെ തേക്കുമ്പോൾ ഉള്ളിലെല്ലാം ആകാൻ വേണ്ടിയാണ്. ഇത് ഇഞ്ചി, ഉള്ളി, വെളുത്തുള്ളിയും ഇനി കുറച്ച് ഉപ്പ് കൂടി ഇട്ട് പേസ്റ്റാക്കി വെച്ചേക്കുന്നത്. ഇത് കുറച്ച് മുളക് പൊടി, കുരുമുളക് പൊടി, മഞ്ഞൾപ്പൊടി, കറിവേപ്പില, ഇതാണ് ആവശ്യത്തിന് വേണ്ടത്. നമ്മൾ ഇതെല്ലാം കൂടെ ഒരുമിച്ചിട്ട് നമ്മൾ പേസ്റ്റ് രൂപത്തിലാക്കുവാണ്. കുറച്ച് വെള്ളത്തിന് പകരം വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്താലും നല്ലതാണ്. നമ്മൾ വെളിച്ചെണ്ണ നമ്മൾ തേച്ച് പേസ്റ്റ് ആക്കുവാണ്. നമ്മൾ പേസ്റ്റ് ആക്കിയിരിക്കുന്നത് മീൻ നല്ലപോലെ തേച്ച് പിടിപ്പിക്കുകയാണ്. രണ്ട് സൈഡും നല്ലപോലെ തേച്ച് ഉള്ളിലും ഒക്കെ ആവുന്ന രീതിയിൽ നമ്മൾ നല്ലപോലെ തേച്ച് പിടിപ്പിക്കണം. നല്ലപോലെ ഒഴിച്ച് തിളച്ച സമയമാകുമ്പോൾ നമ്മൾ ഈ കരിയാപ്പില ഇടണം. എന്നാന്ന് ചോദിച്ചാൽ നമുക്കിത് മീൻ പെട്ടെന്ന് പറഞ്ഞു പോരാൻ വേണ്ടി. ചിലപ്പോൾ ഇടുമ്പോൾ ചില മീനൊക്കെ ഇതിൽ പറ്റി പിടിച്ചിരിക്കും. നമ്മൾ എടുത്ത് തിരിച്ചിടാൻ നമുക്ക് പറ്റത്തില്ല. അപ്പോൾ ഈ കറിവേപ്പില ഇടുന്നത് ഏറ്റവും നല്ലതായിരിക്കും. നമ്മൾ തീ കുറച്ചു മീനിടുവാണ് ഇതിൻ്റെ അകത്തോട്ട്. അത് മൂത്തിരിക്കുന്ന എണ്ണയാണ്, നല്ലപോലെ തിളച്ചതാണ്. അതിലോട്ട് നമ്മൾ മീനിടുകയാണ്. വൃത്തിയാക്കി കുറച്ച് മുട്ട എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. മുട്ട സീസണാണ്. കുറച്ച് മിച്ചം വന്ന മുളക് പൊടി എല്ലാം അതിൻ്റെ പേസ്റ്റ് എല്ലാം കൂടി നമ്മൾ തേച്ച് ഈ സമയത്ത് ആ വറക്കാൻ ഇട്ടേക്കുന്ന മീനിൻ്റെ സൈഡിലോട്ട് നമുക്ക് ഇട്ട് കൊടുക്കാം. ഇതിന് വേവ് അധികം ഇല്ലാത്തതുകൊണ്ട് പെട്ടെന്ന് നമുക്ക് ഇതെടുക്കാൻ പറ്റും. ഈ സൈഡിലോട്ട് നമ്മളൊന്ന് ഇട്ട് കൊടുക്കുകയാണ്. മീനിൻ്റെ മുട്ട വൃത്തിയാക്കി വെച്ചേക്കുവാണ്. ഇത് കുറച്ച് കഴിഞ്ഞ് പീര പോലെ പറ്റിക്കാൻ വേണ്ടിയാണ്. ഇത് വറുത്ത് കഴിഞ്ഞിരിക്കുകയാണ്. ഡിഷിലോട്ട് നമ്മൾ മാറ്റിയിരിക്കുകയാണ്. ഇത് നമ്മൾ ചൂടോടെ ചോറിൻ്റെ കൂടെ കഴിക്കാവുന്നതാണ്. ഇതിൻ്റെ കൂടെ മത്തിയുടെ മീൻമുട്ടയുണ്ട്. ഇതും ഫ്രൈ ആക്കി വെച്ചിരിക്കുകയാണ്. ആസാമിലൊക്കെ ഞാൻ പഠിപ്പിച്ചുകൊണ്ടിരിക്കുമ്പോൾ അവരിങ്ങനെ പച്ചയ്ക്ക് ഈ വിട്ടിലിനെയും മറ്റേ ചീവഴിനെയൊക്കെ പച്ചയ്ക്ക് തിന്നുന്ന കണ്ടിട്ടുണ്ട്. അപ്പം ഞാൻ ഓർത്തിട്ടുണ്ട് ഇവനെന്താ ഇങ്ങനെ കഴിക്കുന്നതെന്ന്. നമ്മളൊക്കെ ഈ ഫുഡൊക്കെ ഉണ്ടാക്കി കാണിച്ച് കൊടുത്തിരുന്നെങ്കിൽ ചിലപ്പോൾ അവർ ലെവലായേനെ. ഇപ്പം ഞാൻ ഈ വീഡിയോ നമ്മൾ കേരളത്തിലുള്ളവർക്കല്ല, അവർ എരിവും പുളിയൊക്കെ ചേർത്താണ് ഭക്ഷണമൊക്കെ ഉണ്ടാക്കുന്നത്. പക്ഷേ അവരൊക്കെ മറ്റുള്ള നേപ്പാളും അവരും ആസാമും ഒക്കെ ആൾക്കാർ പച്ചക്കൊക്കെ തിന്നുന്ന കാണുമ്പോൾ നമ്മൾ ഓർക്കും ഇതെങ്ങനെ കഴിക്കാൻ പറ്റുമെന്നും. അപ്പോൾ ഇനിയിപ്പോൾ എൻ്റെ വീഡിയോ എങ്ങനെ അവത്തവശം അവർ കണ്ടെങ്കിൽ ഇനിയിപ്പോൾ ഇതുപോലെ ഒന്ന് ഉപയോഗിച്ച് കഴിക്കട്ടെ എന്ന് വിചാരിച്ചാണ്. അപ്പം വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും എൻ്റെ പേജ് ഫോളോ ചെയ്യുക.